സമരമുഖത്തെ തീക്ഷ്ണമായൊരു കാലം. രാഷ്ട്രീയ മുന്നേറ്റം, അതിലൂടെ നവോത്ഥാനത്തിന്റെ ഉദയം. അതാണ് വൈക്കം സത്യാഗ്രഹം. ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞൊരു കാലത്തിന്റെ വീര്യമാണ് വൈക്കം സത്യാഗ്രഹം. കേരളത്തിന്റെ നവോത്ഥാന രാഷ്ട്രീയ മുന്നേറ്റത്തിലെ സമരതീക്ഷ്ണമായ ഒരു കാലം വൈക്കം സത്യാഗ്രഹം. ചാതുർവർണ്ണ വ്യവസ്ഥ മനുഷ്യരായി പോലും കണക്കാക്കാതിരുന്ന മനുഷ്യർ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും ആരാധനാ സ്വാതന്ത്ര്യത്തിനുമായി എഴുന്നേറ്റ് നിന്ന് പോരടിച്ച സമരം. ഒരു നൂറ്റാണ്ടിനു മുമ്പ് കേരളം ആർജിച്ച, ഇന്നും മുറുകെ പിടിക്കുന്ന ആ മാനവിക ബോധത്തിന് നൂറ്റാണ്ട് തികയുന്ന വേളയിൽ അതൊന്നിച്ചാഘോഷിക്കുകയാണ് കേരളവും തമിഴ്നാടും. ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും പന്തിഭോജനവും വില്ലുവണ്ടി യാത്രയുമടക്കം ഇടപെടലുകളിൽ തുടങ്ങുന്നു ആ മുന്നേറ്റത്തിന്റെ അടിവേരുകൾ. ആദ്യകാല സമര വോളണ്ടിയർമാരായ കുഞ്ഞാപ്പിയും ബാഹുലേയനും ഗോവിന്ദപ്പണിക്കരും മുതൽ TK മാധവനിലൂടെ, മന്നത്ത് പത്മനാഭനിലൂടെ, മഹാത്മാഗാന്ധിയിലൂടെ വികസിച്ച മഹാസമരം. അതിലെ മഹിതമായ ഒരധ്യായമാണ് തന്തൈ പെരിയാർ എന്ന പെരിയാർ EV രാമസ്വാമി നായ്ക്കർ. TK മാധവനും ബാരിസ്റ്റർ ജോർജ് ജോസഫും KP കേശവമേനോനുമടക്കം ജയിലിലായി സമരത്തിന് നേതൃത്വമില്ലാതായ കാലം 1924. മധുരയിലെ പണ്ണപുരത്തെ പ്രസംഗവേദിയിൽ വെച്ചാണ് പെരിയാർ വിവരമറിഞ്ഞത്. ഉടനടി സംഘടിപ്പിക്കാനായ സമരഭടന്മാരെയും കൂട്ടി അദ്ദേഹം വൈക്കത്തേക്ക് പുറപ്പെട്ടു. വൈക്കം സമരാഗ്നിയിൽ പെരിയാറും അണിചേർന്നു. 1924 ഏപ്രിൽ 23-ന് തന്തൈ പെരിയാറിനെ അറസ്റ്റ് ചെയ്ത് അരുവിക്കുറ്റിയിലെ ജയിലിലടച്ചു. പെരിയാറിന്റെ ഭാര്യ നാഗമ്മാൾ വൈക്കത്തെത്തി വനിതകളെ സംഘടിപ്പിച്ച് സമരം തുടർന്നു. ജയിൽ മോചിതനായ പെരിയാർ വീണ്ടും സമരമുഖത്തെത്തി. വീണ്ടും അറസ്റ്റ്, ജയിൽ. അങ്ങനെയാണ് പെരിയാർക്ക് വൈക്കം വീരർ എന്ന വിളിപ്പേരുണ്ടാകുന്നത്. രാജ്യമാകെ പിന്നെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പടർന്ന അയിത്തോച്ചാടന സമരങ്ങൾക്ക് വൈക്കം സത്യാഗ്രഹം നിലയ്ക്കാത്ത ഊർജമായി. ആ ധർമ്മസമരത്തിലെ പെരിയാറിന്റെ ഇടപെടലിന്റെ സ്മാരകമായി വൈക്കം വലിയ കവലയിൽ കേരള സർക്കാർ തമിഴ്നാടിന് നൽകിയ 84 സെന്റ് സ്ഥലത്ത് തന്തൈ പെരിയാർ സ്മാരകം പണിയാൻ അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി MGR തീരുമാനിച്ചു. 8.25 കോടി രൂപ മുടക്കി തമിഴ്നാട് നവീകരിച്ച സ്മാരകവും ഗ്രന്ഥശാലയും നാളെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്യും. 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത്. സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികത്തിൽ 603 ദിവസം നീണ്ടുനിന്ന ആഘോഷമാണ് കേരളവും തമിഴ്നാടും സംയുക്തമായി സംഘടിപ്പിച്ചത്. ശതാബ്ദി ആഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യപ്രഭാഷണം നടത്തും. കേരള തമിഴ്നാട് മന്ത്രിമാരായ VN വാസവൻ, സജി ചെറിയാൻ, ദുരൈമുരുകൻ, AV വേലു, MP സ്വാമിനാഥൻ, തമിഴ്നാട് ചീഫ് സെക്രട്ടറി N മുരുകാനന്ദം, ദ്രാവിഡ കഴകം അധ്യക്ഷൻ K വീരമണി തുടങ്ങി നിരവധി പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും. കേരളവും തമിഴ്നാടും ഉൾപ്പെടുന്ന മുല്ലപ്പെരിയാറും നദീ സംയോജനവുമടക്കം നിരവധി വിഷയങ്ങളിൽ ഇരു മുഖ്യമന്ത്രിമാരും പങ്കെടുക്കുന്ന ചർച്ചകളും പരിപാടിയുടെ പശ്ചാത്തലത്തിൽ നടക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.